വിശുകായിലെ സ്നേഹം നിറഞ്ഞവരെ, സ്ലീവാകാലം ഒന്നാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ വിശുദ്ധ കുരിശൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിച്ചു. ഈശോയുടെ സഹനത്തിൻ്റെയും വലിയ രക്ഷയുടെയും അടയാളമായ കുരിശിനെ സംബന്ധിച്ചുള്ള, വിശുദ്ധ സ്ലീവായെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളും ആശയങ്ങളും അടങ്ങുന്നതാണ് തുടർന്ന് വരുന്ന എല്ലാ ദിവസത്തെയും വചനഭാഗങ്ങളും. നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷ 10-ാം അധ്യായം 34 മുതലുള്ള തിരുവചനങ്ങളാണ്. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ, അത് ദൈവരാജ്യത്തെ പ്രതി നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തുമെന്ന് ഈശോ അരുളി ചെയ്യുകയാണ്. ഈശോയെ പ്രതി അർഹമായ, നമുക്ക് ആസ്വദിക്കാൻ അവകാശമുള്ള കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്നവരും അതെല്ലാം ഈശോയെ പ്രതി നഷ്ടപ്പെടുത്തുന്നവരും സ്വർഗരാജ്യമാകുന്ന പ്രതിഫലത്തിലേക്കും സ്വർഗരാജ്യമാകുന്ന ആ വലിയ സൗഭാഗ്യത്തിലേക്കുമൊക്കെ എത്തിച്ചേരുമെന്ന് ഈശോ പറയുകയാണ്. നമുക്ക് ആസ്വദിക്കാൻ അവകാശമുള്ള അർഹമായ ചില കാര്യങ്ങൾ ഈശോയെ പ്രതി വേണ്ടെന്ന് വയ്ക്കുന്നവരാണ് സ്വർഗരാജ്യത്തിന് പ്രിയപ്പെട്ടവർ. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളത് പോലെ കാണ്ടമൽ കലാപമൊക്കെ നമ്മുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണല്ലോ. അന്നവിടെ അവർക്ക് അർഹമായ സുരക്ഷിതത്വവും സമാധാനവും സുഖസൗകര്യങ്ങളുമെല്ലാം മാമോദീസ സ്വീകരിച്ചിട്ട് വെറും 5-6 വർഷങ്ങളിൽ മാത്രം ആ വിശ്വാസ പാരമ്പര്യമുള്ളവർ അതെല്ലാം തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ഈശോയ്ക്ക് വേണ്ടിയുമൊക്കെ അവരങ്ങനെ ചെലവഴിക്കുകയാണ്. അവരുടെ സ്വന്തം പ്രാണൻ പോലും അവർ കളയുകയാണ്. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയവരാണ് ഇന്ന് സഭയിൽ ഇങ്ങനെ ഓർമ്മിക്കപ്പെടുന്നത്. സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗത്ത് നമ്മൾ കാണുന്നു, അപരന് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവൻ അത് ഈശോയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്ന്. അപരനിലേക്ക് നമ്മുടെ കരങ്ങളും ഹൃദയവുമൊക്കെ നീട്ടപ്പെടട്ടെ. തുളവീണ കൈകളും തുളവീണ ഹൃദയവുമായിട്ട് സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കണം. അപരന് വേണ്ടി തേഞ്ഞു തീർന്ന പാദങ്ങളും അപരന് വേണ്ടി പ്രാർത്ഥിച്ച് അപരനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അലിഞ്ഞില്ലാതായൊരു ഹൃദയവുമായിട്ടായിരിക്കട്ടെ സ്വർഗത്തിലേക്കുള്ള ഓരോ ക്രിസ്ത്യാനിയുടെയും എൻട്രി. വിശുദ്ധ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.